കുട്ടികൾക്കായുള്ള ചെറുനീതി കഥകൾക്ക് സോണിക് ഒക്ടേവിറ്റ്സ് മലയാളം കിഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ പുതിയ വീഡിയോകൾക്ക് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ. ഈ കഥയുടെ പേര് പാമ്പും കർഷകനും. വിഷ്ണുപ്രസാദ് എന്ന കർഷകൻ തന്റെ കുടുംബത്തോടൊപ്പം ഒരു ഗ്രാമത്തിൽ വസിക്കുകയായിരുന്നു. അയാൾ ദിവസം മുഴുവൻ തന്റെ വയലിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമായിരുന്നു. എന്നാലും അതിനുള്ള ഫലമോ പണമോ അയാൾക്ക് ലഭിച്ചില്ല. അയാൾ വളരെ ദാരിദ്ര്യനായതുകൊണ്ട് കുറെ കഷ്ടങ്ങൾ അനുഭവിച്ചു. അയാൾ തന്റെ വയലിന്റെ അടുത്ത് നടന്നു വരുമ്പോൾ ഒരു മരത്തിന്റെ അടുത്തുള്ള പുറ്റിന്റെ മേലെ ഒരു പാമ്പ് പടമെടുത്ത് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അയാൾ വിചാരിച്ചു, ഈ പാമ്പിനെ നമ്മൾ ദൈവമെന്ന് കരുതി പൂജയൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണോ നമ്മൾ ഇത്ര ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്നത്? അയാൾ ഉടനെ പോയി ഒരു കിണ്ണം നിറയെ പാല് കൊണ്ടുവന്നു ആ പാമ്പിന്റെ മുൻപിൽ അത് വയ്ക്കുകയും ചെയ്തു. പാല് കുടിച്ചിട്ട് തനിക്ക് അനുഗ്രഹം ചെയ്യുമാറ് ആ പാമ്പിനോട് അയാൾ അപേക്ഷിച്ചു. അതിന്റെ ദൈവാംശം താൻ മുൻപേ മനസ്സിലാക്കാത്തതിനു വേണ്ടി അതിനോട് ക്ഷമയും ചോദിച്ചു. പാലവിടെ വെച്ചിട്ട് പിന്നെയും ജോലി ചെയ്യാൻ വേണ്ടി അയാൾ പോയി. വൈകുന്നേരം തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ കിണ്ണത്തിൽ ഒരു സ്വർണ്ണ നാണയമുള്ളത് കണ്ട് അയാൾ അത്ഭുതത്തോടെ നോക്കി. പാമ്പ് തന്നെ അനുഗ്രഹിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ ദിവസവും ഒരു കിണ്ണം നിറയെ പാല് കൊണ്ടുവന്ന് ആ പാമ്പിന് വെക്കാൻ തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എപ്പോഴും ആ കിണ്ണത്തിൽ ഒരു സ്വർണ്ണ നാണയം ഉണ്ടാവും. ആ സ്വർണ്ണ നാണയങ്ങളൊക്കെ കടയിൽ വിറ്റ് അയാൾ വേഗത്തിൽ വലിയ പൈസക്കാരനായി. ഒരു ദിവസം വിഷ്ണുപ്രസാദ് അയൽവക്കത്തെ ഗ്രാമത്തിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളുടെ മകന്റെ അടുത്ത് പാമ്പിന് പാൽ വെക്കുന്ന ക്രിയ കൊടുത്തു. ആ കുട്ടിയും ദിവസം ആ പാമ്പിന് പാൽ വെക്കുകയും വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സ്വർണ്ണ നാണയത്തോടൊപ്പം തിരിച്ചെത്തുകയും ചെയ്യും. പക്ഷേ അവന് ആക്രാന്തം കൂടിപ്പോയി. അവൻ ആലോചിച്ചു, പാമ്പ് ആ പുറ്റിൽ നിന്നാണ് എല്ലാ സ്വർണ്ണ നാണയങ്ങളും തരുന്നത്. ഞാൻ ഒറ്റയടിക്ക് തോണ്ടി മൊത്ത സ്വർണ്ണ നാണയങ്ങളും എടുത്താൽ എന്താണ്? രാവിലെ എപ്പോഴും പോലെ അവൻ പാല് കൊണ്ടുവരികയും ആ പാമ്പിനെ കൊന്നിട്ട് പുറ്റു തോണ്ടാനും ശ്രമിച്ചു. പക്ഷേ ആ പാമ്പ് രക്ഷപ്പെട്ടു. അടുത്ത ദിവസം വിഷ്ണുപ്രസാദ് അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. നടന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും അയാളുടെ മകന്റെ മേലെ ദേഷ്യപ്പെട്ടു. അയാൾ എപ്പോഴും പോലെ വയലിലേക്ക് ചെന്ന് ആ പാമ്പിന് പാൽ വെച്ചിട്ട് തന്റെ മകൻ ചെയ്ത കുറ്റത്തിന് ക്ഷമിക്കൂ എന്ന് പാമ്പിനോട് അപേക്ഷിച്ചു. പാമ്പ് ആദ്യം വിഷ്ണുപ്രസാദിന്റെ അപേക്ഷ ഏറ്റിട്ടില്ല. പിന്നീട് പാമ്പ് അയാളുടെ അപേക്ഷ ഏൽക്കുകയും അവരുടെ സൗഹൃദം തുടരുകയും ചെയ്തു. പക്ഷേ അതിനുള്ള ശിക്ഷയായി പാമ്പ് അന്ന് തൊട്ട് സ്വർണ്ണ നാണയങ്ങൾ വിഷ്ണുപ്രസാദിന് കൊടുക്കാറില്ല. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്നാൽ, ആരും അധികമായി ആശപ്പെടരുത്. നമ്മുടെ അടുത്ത് എന്തുണ്ടോ അത് വെച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ സ്നേഹത്തിന്റെ ഫലങ്ങൾ. പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു കർഷകൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് മഹാദ്. മഹാദ് ഒരു പശു വളർത്തു. ആ പശു നിറയെ പാല് കൊടുക്കുമായിരുന്നു. അവൻ ആ പാല് വിറ്റ് കിട്ടിയ കാശിൽ നല്ല പൈസക്കാരനായി. ദുഃഖകരമെന്ന് പറയുന്നത് പോലെ
ആ പശുവിന് ശരീരവൈകല്യം വന്നു. അതുകാരണം പശു പാൽ കൊടുക്കാൻ പറ്റാതെ പോയി. ഇനി പശു എപ്പോഴും ശരിയാവില്ല എന്ന് കരുതിയ മഹാദ് അതിനെ അടർന്ന കാനകത്ത് വിട്ടിട്ട് വന്നു. ആ പശു സ്നേഹം കൊണ്ട് മഹാദിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അയാൾ അതിനെ അടിച്ച് തുരത്തി വിട്ടു. ആ പശുവാണെങ്കിൽ സങ്കടത്തോടെ ആ ഗ്രാമത്തിൽ അവിടെയും ഇവിടെയും അലഞ്ഞു തിരിഞ്ഞു. അതേ ഗ്രാമത്തിലുള്ള ചന്തു എന്ന കർഷകൻ ആ പശുവിനെ കണ്ടു. അതിനെ ആരോ അടിച്ചുവിട്ടതാണെന്ന് ആ പശുവിനെ കണ്ടതും അയാൾക്ക് മനസ്സിലായി. ചന്തു ആ പശുവിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അതിന് ഭക്ഷണം കൊടുത്ത് അതിന്റെ പരിക്കിന്റെ മേലെ മരുന്നും തടവിക്കൊടുത്തു. കുറച്ചായി ആ പശു അതിന്റെ പഴയ നിലയ്ക്ക് തിരികെ വരാൻ തുടങ്ങി. ചന്തു അതിനെ നല്ലവണ്ണം ശുശ്രൂഷിച്ചു. മെല്ലെ അത് നല്ലവണ്ണം ശരിയായി. ചില ദിവസങ്ങളിൽ അതിനൊരു കന്നുകുട്ടി പിറന്നു. കന്നു പിറന്നതിന് ശേഷം അത് പിന്നെയും പാൽ കൊടുക്കാൻ തുടങ്ങി. കന്നുകുട്ടി കുടിച്ചതു പോകെ ബാക്കിയുള്ള പാൽ ചന്തു വിൽക്കാൻ തുടങ്ങി. അത് മുഖേന അവന് ലാഭം കിട്ടാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങളിൽ ഇങ്ങനെ പാൽ വിറ്റ് കിട്ടിയ കാശിൽ അവൻ വലിയ പൈസക്കാരനായി. ചന്തു താൻ അയച്ചുവിട്ട പശുവിനെ കൊണ്ടാണ് പൈസക്കാരനായത് എന്ന് മഹാദിന് മനസ്സിലായി. അവൻ ചന്തുവിനോട് ചെന്നു പറഞ്ഞു, ഓയ് ചന്തു, ആ പശു എന്റേതാണ്, അതുകൊണ്ട് തിരിച്ച് എനിക്ക് താ അതിനെ. അപ്പോ ചന്തു പറഞ്ഞു, ഏ മഹാദ്, നീ ആ പശുവിനെ നല്ലവണ്ണം അടിച്ചയച്ചതാണെന്ന് എനിക്കറിയാം. ഞാനാണ് അതിന് ഭക്ഷണം, സ്നേഹം, ശുശ്രൂഷ എന്ന് എല്ലാം നൽകിയത്. അതിന് ദേഹം നല്ലതായതും നീ തിരിച്ചു എടുക്കാൻ നോക്കുന്നു. ഞാൻ ആ പശുവിനെ നിനക്ക് തിരിച്ചു തരാൻ പറ്റില്ല. മഹാദ് തന്റെ അപേക്ഷയും കൊണ്ട് ആ ഗ്രാമത്തിലുള്ള പഞ്ചായത്തിലേക്ക് പോയി. അവിടുത്തെ മുഖ്യസ്ഥർ മഹാദ്, ചന്തു രണ്ടുപേരെയും വിളിച്ചു ചന്തുവോട് പശുവിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. മഹാദും ചന്തുവും പഞ്ചായത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അവർ പറഞ്ഞു, ഈ കേസിൽ കോടതി വിധി പറയുന്നത് വളരെ കഷ്ടമാണ്. എന്തെന്നാൽ മഹാദ്, ചന്തു രണ്ടുപേരും ആ പശുവിന്റെ ഉടമസ്ഥരാണ്. അതുകൊണ്ട് ആ മുഖ്യസ്ഥർ പറഞ്ഞു, പശു ആരോട് വരാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നോക്കാം. ചന്തുവിനെയും മഹാദിനെയും നീങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് പശുവിന്റെ കയറൂരി വിട്ടു. ഊരിവിട്ടതും ആ പശു ചന്തുവിന്റെ അടുത്തേക്ക് പോയി. അതുമാത്രമല്ല, അവന്റെ കയ്യും കാലും നാക്കുകൊണ്ട് തടവാൻ തുടങ്ങി. പഞ്ചായത്തുകാർക്കും അയൽവാസികൾക്കും ആ പശുവിന് ചന്തുവിനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് മനസ്സിലായി. പശു ചന്തുവോടാണ് ഇരിക്കേണ്ടതെന്നും പറഞ്ഞു. ചന്തു അതിനെ നല്ലവണ്ണം നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ കഥയുടെ സന്ദേശം എന്തെന്നാൽ, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറിയാൽ ആ സ്നേഹവും വാത്സല്യവും നമുക്ക് തിരിച്ചു കിട്ടും. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ കാക്കകളും രാജകുമാരിയുടെ മാലയും. ഇന്ത്യയിൽ
രാജാക്കന്മാർ ഭരിച്ചു വന്ന കാലത്ത് നടന്ന കഥയാണിത്. ഒരു അടർന്ന കാനകമുണ്ടായിരുന്നു. ആ കാട്ടിൽ ഉള്ള ഒരു മരത്തിന്റെ മുകളിൽ 2 കാക്കകൾ ഉണ്ടായിരുന്നു. ആ മരത്തിന്റെ വേരിൽ ഉള്ള ഒരു വലിയ ഓട്ടയിൽ ഒരു പാമ്പും ഉണ്ടായിരുന്നു. ആ പാമ്പ് കാക്കകളെ എപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു. കാക്ക എപ്പോഴൊക്കെ മുട്ടയിടുവോ അപ്പോഴൊക്കെ ആ പാമ്പ് ആ മുട്ടയെ വിഴുങ്ങും. പക്ഷേ ആ കാക്കകളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വളരെ സങ്കടത്തിലായിരുന്നു. അവരെ കൊണ്ട് വേദനിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു ദിവസം കാക്ക ആ പാമ്പിന് ഒരു പാഠം പറഞ്ഞു കൊടുക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും അതിനൊരു അവസരം കിട്ടി. ഒരു ദിവസം കാട്ടിന്റെ മേലെ പറക്കുമ്പോൾ കാക്ക ഒരു രാജകുമാരി കാട്ടിന്റെ പ്രകൃതി ആസ്വദിക്കുന്നത് കണ്ടു. അവരുടെ കഴുത്തിൽ ഒരു വിലയുയർന്ന മാലയും കണ്ടു. അതിനൊരു ബുദ്ധി തോന്നി. അത് വേഗത്തിൽ പറന്ന് രാജകുമാരിയുടെ കഴുത്തിലുള്ള മാല എടുത്തുകൊണ്ട് പറന്നുപോയി. ആ മാലയെ അത് ജീവിക്കുന്ന മരത്തിൽ പാമ്പുള്ള ഓട്ടയിൽ ഇട്ടു. അപ്പോഴേക്കും രാജകുമാരി ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അവരെ ശുശ്രൂഷിക്കാൻ കാവൽക്കാർ ഓടി അരികിലെത്തി. വന്നവർ ചോദിച്ചു, എന്തു പറ്റി രാജകുമാരി? ദയയായി പറയൂ. രാജകുമാരി പറഞ്ഞു, അയ്യോ, ആ കാക്ക എന്റെ മാല എടുത്തുകൊണ്ട് പോയി. ദയവായി അത് തിരിച്ചെടുത്തുകൊണ്ട് വരൂ. അത് വില കൂടുതലുള്ള മാലയാണ്. അവർ കരയാൻ തുടങ്ങി. അതുകൊണ്ട് ആ കാവൽക്കാർ ആ കാക്കയെ പിന്തുടർന്ന് ആ മരത്തിലേക്ക് എത്തി. പാമ്പിന്റെ ഇരിപ്പിടത്തിൽ മാലയെ കണ്ടതും ആദ്യം ആ പാമ്പിനെ ശരിയാക്കണമെന്ന് അവർ തീരുമാനിച്ചു. ഇല്ലെങ്കിൽ പാമ്പ് അവരെ കടിക്കുമല്ലോ. കാവൽക്കാർ മരത്തിന്റെ അടുത്ത് വന്നു. പാമ്പിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു. പാമ്പും വെളിയിൽ വന്നു. വന്നതും അവരുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് അതിനെ അടിച്ചു കൊല്ലുകയും ചെയ്തു. മാല രാജകുമാരിയുടെ കയ്യിൽ തിരിച്ചു നൽകുകയും ചെയ്തു. ഇതൊക്കെ കണ്ട കാക്കയ്ക്ക് വളരെ സന്തോഷമായി. ഇനി ആ പാമ്പിനെ കൊണ്ട് അവർക്ക് ഏത് ബാധ്യതയും ഉണ്ടാവില്ല. ഈ കഥയുടെ സന്ദേശം എന്തെന്നാൽ, നമ്മളെക്കാട്ടിലും നമ്മുടെ ശത്രു ബലമുള്ളവരാണെങ്കിൽ യുദ്ധതന്ത്രം കൊണ്ട് ഊഹിച്ച് അവരെ തോൽപ്പിക്കണം. ഈ കഥയുടെ പേര് മായമാമരം. ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന തോട്ടത്തിൽ കേശവൻ എന്ന ബാലകൻ ചുറ്റുകയായിരുന്നു. അവൻ പെട്ടെന്നൊരു ദിവസം ബോലു എന്ന ആളെ കണ്ടു. ബോലു പഠിച്ചിട്ടില്ലെങ്കിലും മന്ത്രങ്ങളൊക്കെ അറിഞ്ഞവനാണ്. ബോലു ദിവസവും ആ തോട്ടത്തിൽ വന്ന് ഒരു മാമരത്തിന്റെ അടിയിലിരുന്ന് മന്ത്രങ്ങൾ പറയും. അവൻ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതും ആ മരം മുഴുവൻ മാങ്ങകൾ ഉണ്ടാകും. അടുത്ത നിമിഷം തന്നെ ആ മാങ്ങകളൊക്കെ പഴുത്ത് താഴെ വീഴും. അതിന് നല്ല രുചിയുള്ള പഴങ്ങൾ മാത്രം ബോലു കഴിക്കും. ബാക്കിയുള്ളതൊക്കെ ഗ്രാമത്തിലുള്ള പാവപ്പെട്ടവർക്ക് കൊടുക്കും. ഇത് കണ്ട കേശവന് ഭയങ്കര ആശ്ചര്യമായി പോയി. ഒരു പ്രാവശ്യം അവൻ ബോലുവിടെ കാലിൽ വീണ് അപേക്ഷിച്ചു, ബോലു ചേട്ടാ, എനിക്കും ആ മന്ത്രം പറഞ്ഞതായോ? ബോലു കേശവന് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഒരു കാര്യവും പറഞ്ഞു. കേശവ്, ഈ മന്ത്രം എന്നും നിനക്ക് വേണ്ടി സ്വയമായിട്ട് ഉപയോഗിക്കരുത്. അതുപോകെ നീ ഒരു നുണയും പറയാണ്ടിരിക്കുന്നത് വരയ്ക്കുമേ ഈ മന്ത്രം ഫലിക്കുകയുള്ളൂ.
ഇങ്ങനെ പറഞ്ഞ് ബോലു കേശവന് ആ മന്ത്രം പറഞ്ഞു കൊടുത്തു. കേശവനാണെങ്കിൽ തന്റെ ഗ്രാമത്തിലെ ഒരു തോട്ടത്തിൽ പോയി ഒരു മാമരത്തിന്റെ അടിയിൽ നിന്ന് ആ മന്ത്രം പറയാൻ തുടങ്ങി. അവന്റെ അടുത്ത് കുറെ മാമ്പഴങ്ങൾ കിട്ടി. ആ മാങ്ങകളൊക്കെ അവൻ കടയിൽ വിറ്റു. ഇങ്ങനെ ചെയ്ത് അവൻ കുറച്ചു ദിവസങ്ങളിൽ തന്നെ വലിയ പൈസക്കാരനായി. കേശവന്റെ ഈ മായ മാങ്ങകളെ കുറിച്ച് ആ നാട്ടിന്റെ രാജാവിന് അറിഞ്ഞു. രാജാവ് കേശവനെ വിളിച്ചു ചോദിച്ചു, കേശവ്, ഈ മായമന്ത്രം നീ എവിടെ നിന്നാണ് പഠിച്ചത്? ഇത് കേട്ട കേശവനാണെങ്കിൽ വളരെ പൊങ്ങച്ചം കൂടിപ്പോയി. പക്ഷെ അവനാണെങ്കിൽ ബോലുവിനെ കുറിച്ച് പറയാൻ ഇഷ്ടമില്ലായിരുന്നു. അവൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ കുറെ ദൂരത്തുള്ള ഒരു വലിയ സർവകലാശാലയിലാണ് കുറെ ജ്ഞാനികളോടൊപ്പം ഈ മന്ത്രം പഠിച്ചത്. രാജാവ് പറഞ്ഞു, ശരി ശരി, അപ്പോ ഞങ്ങൾക്കെതിരെ ആ മന്ത്രം പറഞ്ഞ് നീ അതിന്റെ അതിശയം കാണിക്കി. അത് കാണാൻ രാജാ, റാണി, അവിടെയുള്ള മന്ത്രിമാർ എന്ന് എല്ലാവരും രാജാവിന്റെ തോട്ടത്തിലേക്ക് പോയി. കേശവനാണെങ്കിൽ ഒരു വലിയ മാങ്ങ മരത്തിന്റെ അടിയിൽ പോയി നിന്ന് മന്ത്രം പറയാൻ തുടങ്ങി. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. എന്നാൽ അവൻ രാജാവിന്റെ അടുത്ത് നുണ പറയുകയായിരുന്നു. കേശവനാണെങ്കിൽ ചമ്മിപ്പോയി. അവൻ രാജാവിനോട് എല്ലാ സത്യവും തുറന്നു പറഞ്ഞു. അതിന് രാജാവ് പറഞ്ഞു, കേശവ്, നീ നിരാശ കാരണം നന്ദി കെട്ടവനായി പോയി. നിന്റെ ഗുരുവിനെ തന്നെ നീ ദ്രോഹം ചെയ്തിരിക്കുന്നു. നീ പോയി നിന്റെ ഗുരുവിനോട് മാപ്പ് ചോദിക്കൂ. ഗുരു നിന്റെ മാപ്പ് ഏറ്റാൽ നിനക്ക് നിന്റെ മന്ത്രശക്തി തിരികെ കിട്ടാം. കേശവൻ തിരിച്ചു വന്ന് ബോലുവോട് മാപ്പ് ചോദിച്ചു. പക്ഷെ അവനാണെങ്കിൽ ആ മന്ത്രശക്തി തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്നാൽ നമ്മൾ ഒരിക്കലും നുണ പറയരുത്. അതും നമുക്ക് നല്ലത് ചെയ്തവരോട് എന്നും നന്ദികേട് കാണിക്കരുത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥയുടെ പേര് ഉപ്പ് കച്ചവടക്കാരനും കഴുതയും. ഒരു ഗ്രാമത്തിൽ ഒരു ഉപ്പ് കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അവൻ അയൽവക്കത്തെ ഗ്രാമങ്ങളിൽ നിന്നും ഉപ്പ് വാങ്ങിച്ച് അത് ചാക്കുകെട്ടിൽ കെട്ടി തന്റെ കഴുതയുടെ മേലെ കയറ്റി തന്റെ ഗ്രാമത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുന്നതാണ് അവന്റെ പതിവ്. ആ കഴുതയാണെങ്കിൽ മകാമടിയനാണ്. അതിന് ജോലി ചെയ്യാൻ ഇഷ്ടമേ അല്ല. അത് എപ്പോഴും ജോലി ചെയ്യാതെ രക്ഷപ്പെടാനേ നോക്കുകയുള്ളൂ. ആ കച്ചവടക്കാരനാണെങ്കിൽ അതിനെ വടികൊണ്ട് അടിച്ച് അതിനെ ജോലി ചെയ്യിപ്പിക്കും. ഒരു പ്രാവശ്യം സമീപ ഗ്രാമത്തിൽ നിന്നും കുറെ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് കഴുതയുടെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അടുത്ത ഒരു വെള്ളച്ചാട്ടങ്കര ഉണ്ടായിരുന്നു. ആ വെള്ളച്ചാട്ടങ്കരയെ കടന്നു വരുമ്പോൾ കഴുത വഴുതി അകത്ത് വീണു. പ്രകാരം അത് വെള്ളത്തിൽ വീണ ദുരവസ്ഥയിൽ കെട്ടിലുണ്ടായിരുന്ന ഉപ്പ് കുറച്ച് വെള്ളത്തിൽ അലിഞ്ഞുപോയി. കഴുത എങ്ങനെയോ കഷ്ടിച്ച് എഴുന്നേൽക്കുമ്പോൾ അതിന്റെ ഭാരം കുറഞ്ഞിരിക്കുന്നത് അത് ശ്രദ്ധിച്ചു. അപ്പൊ അതിന് ഒരാശയം തോന്നി. ഓരോ പ്രാവശ്യവും ആ കച്ചവടക്കാരനും കഴുതയും വെള്ളച്ചാട്ടങ്കരയെ കടന്നു പോകുമ്പോൾ അത് വേണമെങ്കിൽ തന്നെ വെള്ളത്തിൽ വീഴുകയും ഉപ്പ് അലിയിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിന്റെ നട്ടെല്ലിലുള്ള ഭാരം കുറയുകയും ചെയ്യും. അതിന്റെ ആ ബുദ്ധി കച്ചവടക്കാരനു മനസ്സിലായി. അതുകൊണ്ട് അയാൾ അടുത്ത ദിവസം ഉപ്പിന് പകരം കുറേ പഞ്ഞികൾ ആ കെട്ടിലാക്കി കഴുതയുടെ മുകളിൽ കയറ്റുകയും ചെയ്തു. കഴുതയും വളരെ സന്തോഷത്തോടെ നടന്നു. അത് ചിന്തിക്കുകയായിരുന്നു,
ഉപ്പ് എത്ര ഭാരമുള്ളതാണ്, അതിനെയേ ഞാൻ എത്ര എളുപ്പത്തിലാ വെള്ളത്തിൽ അലിപ്പിച്ചത്. ഇത് ഇപ്പോഴേ ഭാരമില്ല, അതുകൊണ്ട് വെള്ളത്തിൽ കയറിയിറങ്ങിയാൽ ഇത് ഒരു ഭാരവും ഉണ്ടാവില്ല. ആകെ എപ്പോഴും പോലെ വെള്ളച്ചാട്ടങ്കരയെ കടക്കുമ്പോൾ അത് നടുവെള്ളത്തിൽ അങ്ങനെയേയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതിന്റെ ഫലം വ്യത്യസ്തമായിരുന്നു. പഞ്ഞ് വെള്ളത്തിനെ ഉൾക്കൊണ്ട് വെള്ളത്തിൽ അലിയുന്നതിനു പകരം അതിന്റെ ഭാരം കൂടിപ്പോയി. കഴുത എഴുന്നേറ്റ് നിന്നപ്പോൾ അതിന്റെ ഭാരം വളരെ അധികമായി. ഭാരം കൂടിയതിനാൽ അത് വീഴാൻ പോയി. പക്ഷേ ഈ പ്രാവശ്യം ഉപ്പ് കച്ചവടക്കാരൻ കഴുതയെ തന്റെ വടി കൊണ്ട് അടിച്ചു ഓടിക്കുകയുണ്ടായിരുന്നു. അത് ഭാരം ചുമക്കാൻ പറ്റാത്ത കാരണം മെല്ലെ നടന്നു. വീട് എത്തുന്നവരെ അതിനെ അടിച്ചു അടിച്ചു ഓടിച്ചു. കച്ചവടക്കാരൻ തന്റെ ക്രിയ മനസ്സിലാക്കിയെന്ന് അതിന് മനസ്സിലായി. അത് വാങ്ങിയ അടി കൊണ്ട് ഇതിനു മേലെ ഇതുപോലെയൊന്നും ചെയ്യരുത് എന്നും മനസ്സിലാക്കി. ഈ കഥയുടെ സന്ദേശം എന്താണെന്നാൽ, ജോലി ചെയ്യാതെ രക്ഷപ്പെടാൻ നോക്കിയാൽ നമ്മുടെ ജോലി അധികരിക്കുന്നത് മാത്രമല്ല, അടി കിട്ടാനും സാധ്യതയുണ്ട്.